ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം രാവിലെ തന്നെ ഞാൻ നമ്മുടെ റോഡൊക്കെ ഒന്ന് തൂക്കുവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ വാതിക്കലത്തെ റോഡാകുമ്പോൾ നമ്മളെല്ലാവരും അവനവൻ തന്നെ തൂത്ത് ഇടുമല്ലോ. അങ്ങനെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ എല്ലാം മരങ്ങളായതുകൊണ്ട് നല്ല ഇലകളാണ്. അന്നേരം അതെല്ലാം ഒന്ന് രാവിലെ തന്നെ തൂക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരം ഇന്ന് മക്കൾക്ക് പോകേണ്ട അവധിയാണല്ലോ. അന്നേരം രാവിലെ തൂത്തുവാരൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം ഇന്ന് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഇന്ന് പോകണ്ടാത്തപ്പം ലേറ്റായിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അന്നേരം ഞാൻ ഓർത്തു രാവിലെ തന്നെ മുറ്റം അങ്ങ് അടിച്ചിടാമെന്ന്. ഓലോലിക്കയുടെ ഇലയാണ് കേട്ടോ. ഓലോലി മുഴുവൻ താഴെ കിടപ്പുണ്ട്. എനിക്ക് പെറുക്കാൻ വയ്യ, അവിടെ കിടക്കുവാണ് കേട്ടോ. മക്കളോട് പറഞ്ഞാലൊന്നും പെറുക്കത്തില്ല അവർ. എനിക്ക് കൊച്ചിലെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഓലോലിക്ക. നല്ല പുളിയാണ്, ഉപ്പുമൊക്കെ കൂട്ടി തിന്നാൻ വേണ്ടി കേട്ടോ. പക്ഷേ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അവർ പെറുക്കത്തുമില്ല കഴിക്കത്തുമില്ല കേട്ടോ. അങ്ങനെ മുറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞ് ഞാൻ കയറി. പിന്നെ നമ്മുടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാണ് വീഡിയോ എടുത്തത്. ചപ്പാത്തിയൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ച് കേട്ടോ. പിന്നെ നമുക്ക് മുട്ട കറി വെക്കുന്നത് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ നമ്മൾ കിഴങ്ങല്ല സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നല്ലവണ്ണം വഴറ്റി വേവിച്ച് അതിനകത്തേക്ക് പൊടികളിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ മുട്ടയും കൂടെ പുഴുങ്ങിയതിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ. അതിനകത്തേക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാൻ, ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നിട്ട് പോവാണ് കേട്ടോ. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഈ വള്ളക്കാരൻ ചേട്ടനെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് വരും, ബീന ഇപ്പം വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലെന്ന് ചോദിച്ച്. ഇനിയിപ്പം കുറച്ച് നാളുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേന് ഇങ്ങനെയുള്ളതൊന്നും കാണാൻ കിട്ടത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇവർക്കൊക്കെ കച്ചവടങ്ങൾ കുറവാണ്. ഇപ്പം പഴയ ആൾക്കാരൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് കച്ചവടങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അന്നേരം ഇനിയിപ്പം കുറച്ച് നാളുകൂടെയൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ ഞാൻ ഉള്ള സമയമൊക്കെ വീഡിയോ എടുക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സാധനമൊക്കെ വാങ്ങി അകത്ത് കൊണ്ട് വെച്ചിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ഇടുവാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉണങ്ങാനോടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മഴക്കാറാണ്, നല്ല വെയിലൊന്നുമില്ല കേട്ടോ. വൈകുന്നേരമായപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് തുണികൾ ഉണങ്ങാനും ഉണ്ട്. അങ്ങനെ തുണികളും ഒക്കെ രാവിലെ അങ്ങ് കഴുകിയിട്ട് കേട്ടോ. അന്നേരം നമുക്കിനി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ബാക്കി ജോലികളൊക്കെ ചെയ്യാമല്ലോ. അന്നേരം ഇന്ന് മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് ലേറ്റായിട്ടൊക്കെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഒരു 2-3 മണിയൊക്കെ ആകും കഴിക്കുമ്പം കേട്ടോ. അന്നേരം പിന്നെ നമുക്കതനുസരിച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി. അന്നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടനാട്ടിലെ വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരുപാട് കമൻറ്റ് വന്നു കേട്ടോ. വീന ഫുൾ സപ്പോർട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അന്നേരം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ. അന്നേരം ഇഷ്ടമുള്ളവരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. എന്ത് അഭിപ്രായമാണേലും കമൻറ്റിൽ കൂടെ അറിയിക്കുക. എനിക്കതൊക്കെ വായിക്കുമ്പോഴാണ് സന്തോഷം. അന്നേരം നമ്മുടെ തുണിയലക്കം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഉച്ചക്കത്തെ കറിക്കൊക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ. അന്നേരം കിഴങ്ങ് മെഴുക്കുവരട്ടി അപ്പൂസിന് വേണമെന്ന് പറഞ്ഞ് കുറച്ച് കിഴങ്ങെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തക്കാളിക്ക ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം ഈ തക്കാളിക്ക ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരച്ച് ചാറ് കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റാണ് ഈ തക്കാളിക്ക ചാറ് കറി. ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനും വേണ്ടി. അന്നേരം ഞാൻ തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും തേങ്ങാക്കൂട്ട് അരച്ച് ചേർത്ത് കേട്ടോ. അന്നേരം നമ്മൾ തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടാണ് അരച്ച് ചേർത്തത്. എന്നിട്ടത് തിളയ്ക്കുന്നതിന് മുമ്പേ ഒന്ന് കടുകൂടെ താളിച്ചെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കറിയാണ്, അന്ന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അന്നേരം ഇപ്പുറത്ത് നമ്മുടെ അപ്പൂസിൻ്റെ കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. വെറുതെ ഇച്ചിരി ഉള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് മതി അവർക്ക്. പിന്നെ നമ്മൾ ഈ തക്കാളിക്ക ചാറിന് വേണ്ടി കടുകൂടെ താളിച്ചൊഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അന്നേരം ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല, നമുക്ക് സൺഡേ ആണ് സ്പെഷ്യൽ കേട്ടോ. അന്നേരം ഇന്ന് വൈകിട്ടത്തേക്ക് നമ്മൾ ചിക്കൻ വാങ്ങിച്ച് കറി വെച്ച് വെക്കും. അന്നേരം നാളെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി. അന്നേരം ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെയാണ് കറി. അന്നേരം കുറച്ച് മീൻ ഞാൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. ചെറിയ മീനാണ്, നമ്മുടെ ചൂടയില്ലേ അതാണ്. അത് വെട്ടി പുരട്ടിയൊക്കെ വെച്ചുകൊണ്ട് അതുകൂടെ വറക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നമ്മുടെ ഉച്ചയ്ക്കത്തെ രണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ തക്കാളിക്ക ചാറ് കറി കേട്ടോ. അന്നേരം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ആ മീനോടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അന്നേരം ഇതാണ് നമ്മുടെ മീൻ, കുറച്ചേ ഉള്ളൂ കേട്ടോ. അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിയാകും. പിന്നെ ജോലികളൊക്കെ ഇപ്പോൾ ഉച്ച വരെയുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം ആ മീനോടൊന്ന് വറുത്തെടുക്കട്ടെ. അന്നേരം നമ്മൾ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വെന്ത് ഊറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ വേണ്ട എണ്ണയൊക്കെ ഒഴിച്ചു, പിന്നെ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഈ മീനൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് തക്കാളിക്ക ചാറ് കറിയും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മീൻ വറുത്തതും കുഞ്ഞു മീൻ തക്കാളിക്ക ചാറ് കറിയൂടെ കഴിക്കണം. ചോറുണ്ണുമ്പം നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല മിക്കവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ അരച്ച തക്കാളി ചാറ് കറി കേട്ടോ. അല്ലാതെ മുളക് പൊടി ഇട്ട് വെക്കുമല്ലോ, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അന്നേരം ഇത് നല്ല രസമാണ് ഈ മീനുമായിട്ട് കഴിക്കാൻ. അന്നേരം നമ്മുടെ ഉച്ചയ്ക്കത്തെ മീൻ വറുത്തതും ചാറ് കറിയും പിന്നെ മെഴുക്കുവരട്ടിയും ഒക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പെട്ടെന്ന് തീർന്നല്ലോ വീന എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ഉച്ച വരെയുള്ള കാണിക്കുമ്പോഴത്തേന് നമ്മളത് പെട്ടെന്ന് തീർക്കും, പക്ഷേ നമുക്കത് ഉച്ച വരെ നല്ല ജോലിയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ 8 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഉള്ളൂ, പക്ഷേ നമുക്ക് ഒരു 3-4 മണിക്കൂറത്തേക്കുള്ള ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോഴത്തേന് ഇത് 10 മിനിറ്റ് ആക്കുന്നതാണ്. അങ്ങനെ തന്നെ നമ്മുടെ മീനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചോറുണ്ണുക എന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് ചെയ്യുക. പിന്നെ മക്കളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഇനിയിപ്പം എനിക്ക് ഫോണൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇന്ന് അപ്പൂസുള്ള ദിവസം അവൻ എൻ്റെ ഫോൺ അങ്ങ് എടുക്കും, അവന് എന്തെങ്കിലുമൊക്കെ ഉപ്പും മുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. അന്നേരം ഞാൻ തന്നെ ചോറ് വിളമ്പുവാണ്, കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അന്നേരം നമ്മുടെ തക്കാളിക്ക ചാറ് കറി കണ്ടോ, തക്കാളിക്ക ചാറ് കറിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയും മീൻകറിയും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കാൻ 3 പേരും കൂടെ പോവാണ്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്